ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്ക് എത്ര ഇവിടെ വീട്ടിലെത്താൻ കിടക്കണം. അച്ഛനെ വയ്യെങ്കിൽ നമുക്കിത് ഹോസ്പിറ്റലിൽ പോയല്ലോ. അതൊന്നുമില്ലടാ, ചൂട് കാരണേ ചിലപ്പോ ഒന്ന് ഉറങ്ങി കഴിഞ്ഞാൽ മാറും. നീ കാശ് കൊടുത്തിട്ട് വാ. ഈ തലവേദനയും അസ്വസ്ഥതയും കുഴപ്പമാണല്ലോ. കാശ് കൊടുത്തിട്ട് വാടാ. അബൂബക്കറെ, താൻ ഇയാൾ ഇതെന്ത് ഭാവിച്ച? ഹേയ് ഷാരി, എന്താ ഷാരി നീ കാണിക്കുന്നേ? ഇത്രയും വലിയ ബക്കറ്റിലൊക്കെ എടുത്തു പൊക്കാവോ? മോളെ, നീ ഇപ്പൊ നിന്റെ കാര്യം മാത്രം നോക്കിയാ പോരാ, അകത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യം കൂടി നോക്കണ്ടേ? അമ്മേ, അകത്തെ പൈപ്പില് നല്ല വെള്ളം കേറുന്നില്ല. പുറത്തുനിന്ന് എടുത്തോണ്ട് വരാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലല്ലോ. അതിന് ഞാൻ എടുത്ത് തരില്ലേ? എന്നോട് പറഞ്ഞാ പോരെ? ഡോക്ടർ പറഞ്ഞ ഒന്നും ഓർമ്മയില്ലേ മോളെ? ഈ കുഞ്ഞ് ജനിച്ചു കാണണമെന്ന് എനിക്കും അമ്മയ്ക്കും ആഗ്രഹം കാണും. വേറെ ആർക്കാ അമ്മേ ഇതിന്റെ മുഖം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളത്? കൊച്ചിന്റെ അച്ഛന് പോലും ഇല്ല. അതൊക്കെ മാറും മോളെ. ഈ കുഞ്ഞൊന്ന് പുറം ലോകത്തേക്ക് ഇറങ്ങട്ടെ, നിന്റെ ഈ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അവൻ മാറ്റും. അവനാണെന്ന് അമ്മ ഇപ്പോഴും ഉറപ്പിച്ചോ? അത് പിന്നെ ശാലിനിക്ക് 2 പെൺകുഞ്ഞുങ്ങളല്ലേ, നിനക്ക് ദൈവം ആൺകുഞ്ഞിനെ തരും. ആണായാലും പെണ്ണായാലും അതെന്റെ ഒപ്പം നിന്നേ വളരൂ. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി മണ്ടത്തരത്തിനൊന്നും എന്നെ കിട്ടില്ല. നീ ഉദ്ദേശിച്ചത് ശാലിനിയുടെ കാര്യമല്ലേ? ശരിയാ, അവള് മണ്ടിയാ. സഹോദരങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മറക്കുന്നവളുവാ. പക്ഷെ ഒരാവശ്യം വന്നാ നമുക്ക് ധൈര്യത്തോടെ അവളെ വിളിക്കാം. കാരണം സഹായിക്കാൻ അവൾ ഉണ്ടാവുന്നുള്ള ഒരു ഉറപ്പുണ്ട്. അവള് മണ്ടിയല്ലേ? അമ്മേ, ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. നീ എന്തുദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും ഇനിയുള്ള നിന്റെ കാര്യങ്ങൾക്ക് അവളെ ഉണ്ടാകൂ. ആ ഓർമ്മ ഉണ്ടായാ കൊള്ളാം. ശാരദേ, നമ്മുടെ വിഷുവിന്റെ വെറുതെ വിട്ടു. ആണോ? ദേവി, നീ കാത്തു. വേലാതിനെ കുറിച്ച് ചാച്ചപ്പനും കൂട്ടരും കോടതിയിൽ വന്ന് കീഴടങ്ങിന്നാ കേട്ടത്. വെറുതെ അല്ല അവര് വന്ന് കുറ്റയേറ്റ് പറഞ്ഞത്. അതിനും മാത്രം വിളി ഞാൻ ദേവിയെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ വിഷുവിന് വേണ്ടി വാദിച്ച അർജുനൊന്നും ചെയ്തില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അവന് പിന്നെ ഉത്തരവാദിത്വം ഇല്ലാതിരിക്കോ? അതൊക്കെ ശരി തന്നെയാ. അളിയനെ രക്ഷിക്കാൻ വേണ്ടി അർജുൻ നന്നായി പണിയെടുത്തു എന്നാ ഞാൻ കേട്ടത്. ഗോവരണ്ണൻ ചായ എടുക്കാം. വേണ്ട, വരുന്ന വഴിക്ക് ആ ജോസിന്റെ കടയിലൊന്ന് കയറി ലോട്ടറി നോക്കാൻ വേണ്ടി കയറിയതാ. പക്ഷെ അപ്പോഴേക്കും അവൻ ചായ എടുത്തു. അത് കുടിച്ചിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. ശരി ഗോവരട്ട, മുണ്ട് മാറണമെങ്കിൽ അവിടെ തപ്പി നടക്കണ്ട. അലമാരയുടെ മുകളിൽ തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. ഓ അമ്മേ, എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നേ? എപ്പോ നോക്കിയാലും കേസും പോലീസും അറസ്റ്റും കോടതിയും ഒക്കെ. ഇപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യസംഭവങ്ങളായിരിക്കുകയാണല്ലോ അമ്മ. എന്നും കേൾക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ? എന്തെങ്കിലുമൊക്കെ തെറ്റ് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റും ആരും ചെയ്തിട്ടില്ല. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കേണ്ട സമയമൊന്നുമല്ല. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുകയൊന്നും ചെയ്യരുത്. എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാ മോളെ, കേട്ടോ? എന്താ അച്ഛനെ, എന്തു പറ്റി? എന്തൊരു അസ്വസ്ഥത ഉണ്ടല്ലോ. എന്താന്നറിയില്ല, ഒരു പരവേശം പോലെ. അച്ഛനെ, വെള്ളം വല്ലതും കുടിക്കണോ? നീയേ ആ സൈഡിലൊരു കട കാണുമ്പോ നിർത്ത്. എന്നിട്ട് ഇച്ചിരി മോരും ഉണ്ടോ ചോദിക്കേ. മോരും വെള്ളോ? ഇച്ചിരി തണുത്ത് വേണേ. അച്ഛനെ, ആ കടയിൽ മോരും വെള്ളം കിട്ടും. ഒന്ന് വാങ്ങിച്ചോണ്ട് വാ. ചേട്ടാ, മോരും വെള്ളം ഉണ്ടോ? ഉണ്ടല്ലോ. നല്ല തണുപ്പാണെന്ന് പറയണേ.
ചേട്ടാ നല്ല തണുപ്പുള്ള 2 മോരും വെള്ളം. ആ ശരി. കമല ഇച്ചിരി പെട്ടെന്ന് വാടാ. ഇതാ വരുന്ന ആശാനെ. ഒന്ന് വേഗം എടുക്കൂ. ദാ ഇന്നാ ശരിക്ക് തണുപ്പിച്ചിട്ടുണ്ട്. ആ അതാ ആശാനെ. ആശാൻ ഇതെന്താ പറ്റിയത്? തലയ്ക്ക് ഭയങ്കര ചൂട് തോന്നുന്നില്ലേ? ഇല്ല. നല്ല ചൂടുണ്ട്. നീ എനിക്ക് കുറച്ചുകൂടെ അച്ഛനെ മോരിനി പറയണോ? നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ കിടക്കണം. അച്ഛനെ വയ്യെങ്കിൽ നമുക്കിത് ഹോസ്പിറ്റലിൽ പോയല്ലോ. അതൊന്നുമില്ലടാ, ചൂട് കാരണേ ചിലപ്പോ ഒന്ന് ഉറങ്ങി കഴിഞ്ഞാൽ മാറും. നീ കാശ് കൊടുത്തിട്ട് വാ. ഈ തലവേദനയും അസ്വസ്ഥതയും കുഴപ്പമാണല്ലോ. കാശ് കൊടുത്തിട്ട് വാടാ. അച്ഛേട്ടാ എത്രേ? ആ താ 60 രൂപ. 60. അച്ഛനെ ഹോസ്പിറ്റലിൽ പോണോ? ഇല്ല, നീ വണ്ടി ഇട്. ആ വല്യച്ചി. അതെ, വിഷ്ണുവിനെ കൊണ്ടുവന്നോ? ആ ഇല്ല, വന്നിട്ടില്ല. പക്ഷേ ഇവിടെ എല്ലാരും കാത്തു നിൽക്കുക. അത് പിന്നെ അവിടെ ഒരു കുടുംബ വക്കീലുള്ളപ്പോ ജാമ്യത്തിന്റെ കാര്യമൊക്കെ നോക്കിക്കോളുമല്ലോ. പ്രീതിയെ കൊണ്ടേ ഗുണമില്ലാതെ ഉള്ളൂ. പ്രീതിയുടെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഏറെയുണ്ട്. ഇതിനു മുമ്പും അർജുൻ വിഷ്ണുവിനെ രക്ഷിക്കാനായി വന്നിട്ടുള്ളതല്ലേ? വല്യച്ചി, ശരിക്കും ഇവിടെ എന്താ നടക്കുന്നേ? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അമ്മയും അച്ഛനും ഒന്നും വിട്ടു പറയുന്നില്ല. ആ നസീറിനെ കൊന്നു തന്നെയാ തോന്നുന്നേ. ഇല്ലെങ്കിൽ അയാൾ എവിടെ പോയി? ആ വല്യച്ചി, പുറത്തൊരു ഓട്ടോയുടെ സൗണ്ട് കേൾക്കുന്നു. അവരാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാവേ. ശരി.